അഭ്യുദയ തിരുമേനി, ബഹുമാനപ്പെട്ട ഷാജീശൻ, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചെല്ലുന്നു. നാം എല്ലാവരും വളരെ ദുഃഖത്തോടും വേദനയോടും കൂടി കടന്നു പോകുന്ന ഒരു സമയമാണിത്. സഭയ്ക്ക് മുഴുവൻ ഇത് വിലാപ കാലമാണ്. സഭയുടെ അമരക്കാരൻ, നമ്മുടെ പിതാവ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ, കാതോലിക്ക ബാവ, നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി നമ്മെ വിട്ട് ശരീരപ്രകാരം മാറുന്ന അനുഭവത്തിന്റെ വേദനയിലൂടെയാണ് നാം പോകുന്നത്. തീർച്ചയായും മലങ്കര സഭ മുഴുവനും വേദനിക്കുന്നു എന്നതുകൊണ്ട് സഭാമക്കൾ അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഈ കാലഘട്ടം ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ദേശമായ കുന്നംകുളത്ത് അദ്ദേഹത്തെ സ്നേഹിച്ച നിങ്ങൾ അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം അദ്ദേഹത്തെ പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്നു എന്ന് കാണുന്നതാണ് ഒരു തികഞ്ഞ ആധ്യാത്മിക അനുഭവമായി കാണുന്നു. നിങ്ങളുടെ ദേവാലയം ഡൽഹിയിലെ എനിക്കും വളരെ വാത്സല്യമുള്ള ഒരു ദേവാലയമാണ്. ഞാന് പള്ളിയിൽ വരികയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ഒരു ധ്യാന യോഗം നടത്തുകയും ചെയ്തത് എന്റെ നല്ല ഓർമ്മയിലുണ്ട്. ഒന്നിനായ തോലത്ത് അച്ഛൻ വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട ഷാജീശൻ എന്റെ വാത്സല്യ ശിഷ്യരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ബാവാതിരുമേനിയുടെ വേർപാടിൽ നിങ്ങൾ വിലാപത്തിലായിരിക്കുമ്പോൾ വിലാപത്തിലായിരിക്കുന്ന ബലഹീനായ എനിക്കും നിങ്ങളോട് പങ്കുചേരുവാനായിട്ട് ഇടയാകുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും. ബലഹീനായ എന്നെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഒരുപാട് വാത്സല്യം നൽകിയ ഒരാളാണ്. പിതൃവാത്സല്യം, പുത്രവാത്സല്യം ശരിക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരാളെ സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ എന്ന് വിളിച്ചിരുന്നു. യോഹന്നാൻ ശ്ലീഹയാകുന്നു അതെന്നാണ് നാം വിശ്വസിക്കുന്നത്. തീർച്ചയായും എല്ലാ സ്നേഹന്മാരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു. എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിയിരുന്നു. എങ്കിലും ചിലരോട് പുത്രവാത്സല്യം കാണിച്ചിരുന്നു. നമ്മുടെ പരിശുദ്ധ പിതാവും പരിശുദ്ധ സുന്നൂസിലെ അംഗങ്ങളായ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ചിലരോട് പുത്രവാത്സല്യം കാണിച്ചിരുന്നു. അഭ്യുദയ യൂലിയോസ് തിരുമേനി പരിശുദ്ധ പിതാവിന്റെ കരങ്ങളാൽ വൈദിക ബുദ്ധിയിലേക്കും മേൽപ്പെട്ട സ്ഥാനത്തേക്കും വന്നവരാളാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ തിരുമേനിയോട് എപ്പോഴും ഒരു വാത്സല്യം, തിരുമേനി വഴക്ക് പറയുന്നത് പോലും ഒരു വാത്സല്യത്തിൽ കൂടെയായിരുന്നു. ബലഹീന എന്നോടും തിരുമേനി തികഞ്ഞ വാത്സല്യം കാണിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാനൊരു വൈദികനായിരുന്ന കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹം ഒരു മെത്രാപ്പോലീത്തയും ഡൽഹിയിൽ എന്നൊരു വൈദികനുമായി പല സ്ഥലങ്ങളിൽ യാത്ര പോകേണ്ടി വന്നിട്ടുണ്ട്. മനഃപൂർവ്വം സൃഷ്ടിച്ച യാത്രകളല്ല, അവിചാരിതമായി പോകാൻ. പരിശുദ്ധ പിതാവിനും ഡൽഹിയിലെ എനിക്കും ഒരുമിച്ച് പോകേണ്ട സ്ഥലങ്ങളാകുന്നു മനസ്സിലാക്കുന്നിടത്തൊക്കെ എന്നെ കൂടെ കൂട്ടുവാൻ
പരിശുദ്ധ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായും ആയതിനു ശേഷവും പരിശുദ്ധ പിതാവ് കാതോലിക്കാതിനു ശേഷവും ചിലപ്പോഴെങ്കിലും അങ്ങനെ ഒരുമിച്ചുള്ള യാത്രകൾ സന്തോഷപൂർവമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പുത്രവാത്സല്യം ഒരുപാട് ഒരാള് എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പിതാവിനെ കാണുന്നത്. തീർച്ചയായും എന്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിലേക്ക് പോയപ്പോഴും എന്നോട് ചെയ്ത രണ്ട് കുഞ്ഞുങ്ങൾ വിചാരിതമായി മരണപ്പെട്ടപ്പോഴും എനിക്ക് തലയിൽ കൈവച്ച അഭിയന്യ ദിയസ്കോറോസ് തിരുമേനി ദൈവസന്നിധിയിലേക്ക് പോയപ്പോഴൊക്കെ എനിക്ക് കഠിനമായ വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരിശുദ്ധ പിതാവിന്റെ വേർപാടിൽ അതിനേക്കാൾ ഉപരിയായ ഒരു വേർപാടിന്റെ നഷ്ടം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അത് നിർവചിക്കാൻ പ്രയാസമാണ്. ആരുടെ മുമ്പിൽ ആ വേദന പ്രകടമാക്കരുത് എന്ന് വെച്ചാലും ഞാൻ അറിയാതെ അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയം. പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പിതാവാണ്. മലങ്കര സഭയുടെ കാതോലിക്ക ബാവമാരും പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവായെയും മാത്യൂസ് ദ്വിതീയൻ ബാവായെയും ദിദിമോസ് ബാവായെയും മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മെത്രാപ്പോലിത്ത നിലയ്ക്ക് എന്റെ തലയിൽ പേര് ചൊല്ലി മുദ്ര കുത്തിയത് പരിശുദ്ധ ദിദിമോസ് ബാവയാണ്. വലിയ ബാവ എന്ന് നാം വിളിച്ച പരിശുദ്ധ ദിദിമോസ് ബാവ. എന്നാൽ ക്രോയിത്തൊന്നുഹോ പ്രാർത്ഥന നടത്തുകയും കൈ ആവശ്യം നടത്തി പരിശുദ്ധ റുഹായുടെ നൽവരം ഒഴുക്കുകയും ചെയ്തത് അന്നത്തെ നിയുക്ത കാതോലിക്ക ഭാഗ്യമുള്ള പൗലോസ് മാർ പീലിത്തോസ് തിരുമേനിയാണ്. അതായത് നാം ഇപ്പോൾ സ്മരിക്കുന്ന നമ്മുടെ പിതാവാണ്. പിതാവ് മേൽപ്പട്ടക്കാരെ വാഴിച്ചില്ല എന്ന ഒരു കാര്യമാണ്. അത് അത്ര കണ്ട് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കുക പ്രയാസമാണ്. പരിശുദ്ധ ദിദിമോസ് വലിയ ബാബാ തിരുമേനിയോട് ചേർന്ന് നിന്ന 7 വാഴിച്ചതിൽ പൂർണ്ണ അല്ലെങ്കിലും ശുശ്രൂഷകൾ അതിന്റെ ഭൂരിപക്ഷവും നിർവഹിച്ചത് ഈ പരിശുദ്ധ പിതാവായിരുന്നെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. തീർച്ചയായും പരിശുദ്ധ ദിദിമോസ് ബാബാ തിരുമേനിയുടെ അനുഗ്രഹം അനുവാദവും ഉണ്ടായിരുന്നു. മുദ്രകുത്തലിന്റെ ശുശ്രൂഷകൾ ദിദിമോസ് ബാബാ തിരുമേനിയാണ് നടത്തിയത്. എങ്കിലും കൈ വെച്ച് അനുഗ്രഹിച്ചതിൽ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബാ തിരുമേനിയെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങള് 7 പേരെ സംബന്ധിച്ച് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ദൈവത്തിലുള്ള മക്കളാണ്. ആ മക്കൾ എന്ന നിലയിൽ കൂടിയാണ് ചിലപ്പോൾ ബലഹീന എന്നെ പോലുള്ളവർക്ക് കൂടുതൽ വാത്സല്യം ഈ പരിശുദ്ധ പിതാവ് നൽകിയത്. മരണത്തെ ഭയക്കാത്തതായ ഒരു മഹിരാണ് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാബാ തിരുമേനി. അദ്ദേഹത്തിന് 2019 ഡിസംബർ മാസം രോഗം സ്ഥിരീകരിച്ചുവെങ്കിലും രോഗം അധിക പ്രാധാന്യം തിരുമേനി കൊടുത്തിട്ടുണ്ടോ എന്ന് ബലഹീന എനിക്ക് സംശയമാണ്. തിരുമേനിയുടെ മുമ്പിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ രോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുമേനി അതിനല്ല വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നത്. എന്റെ ജീവൻ പോയാലും സഭയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കരുത്ത് കാട്ടിയ ഒരു പിതാവാണ്. മരണം ഒരു വിഷയമായി പരിശുദ്ധ പിതാവ് സ്വീകരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്ത് പരിമല ഹോസ്പിറ്റൽ വാസത്തിൽ തിരുമേനിയോടൊപ്പം നിന്ന് ശുശ്രൂഷിച്ച
ബഹുമാനപ്പെട്ട തോമസ് സക്കറിയാച്ചൻ, ഷിജു കാട്ടിലച്ചൻ, ഷമ്മാശന്മാര്, അതുപോലെ തന്നെ പരിമലയിലെ പൗലോസച്ചൻ, ഇവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം പോയ ബിഷപ്പുമാരിൽ ഒരാളാണ് മിത്രാപ്പൊലീത്ത ഞാൻ. തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ തിരുമേനി വളരെ വദനനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം പങ്കിടാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുകയും ചില സമയങ്ങളിലെങ്കിലും ആ പഴയ വാത്സല്യത്തിന്റെ ഭാഗമായി ചെറിയ ചെറിയ കുസൃതി കഥകൾ പോലും ബലഹീനായ എന്നോട് പറയുകയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ശാരീരികതയെക്കുറിച്ചുള്ള വേദനയെക്കാളുപരി അദ്ദേഹത്തിന് വാത്സല്യം പകരുവാനും അതുപോലെ തന്നെ സഭയെക്കുറിച്ചുള്ള തീഷ്ണതയെ ഓർമ്മിപ്പിക്കാനുമുള്ള സമയങ്ങളായിട്ടാണ് രോഗാവസ്ഥ പോലും എടുത്തത് എന്നുള്ളത് ബലഹീനായ ഈ സമയത്ത് പ്രത്യേകം ഓർക്കുകയാണ്. ഇത്രയും ഒരുക്കം നടത്തിയ ഒരു പിതാവ് ഉണ്ടോ എന്നെനിക്ക് അറിയാൻ മേല. മുമ്പുള്ള പിതാക്കന്മാരെ ഞാൻ അടുത്തറിയാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ദൈവസഭയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുക്കം നടത്തിയ, തനിക്ക് തന്നെ അറിയാമായിരുന്നു മരണം അടുത്തു എന്ന്. അതുകൊണ്ട് തന്നെ ചെയ്യാവുന്ന മരണത്തിന് മുമ്പ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. സഭയുടെ ഭരണ സംവിധാനങ്ങൾ തന്നാലാവും വിധം ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിച്ചു. ഒരു പുതിയ പിൻഗാമിയെ കൊണ്ടുവരുന്നതായ പ്രാഥമിക നടപടികളെല്ലാം അദ്ദേഹം ആരംഭിച്ച് പൂർത്തീകരിച്ചു. ഓരോ സ്ഥാനങ്ങളിലേക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കത്തക്കോണം ആളുകളെ ചുമതലപ്പെടുത്തി. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ അവരെ വിളിച്ച് അവരുമായി രമ്യപ്പെട്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകി സന്തോഷത്തോടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടു. ആർക്കെങ്കിലും തിരുമേനിയോട് എന്തെങ്കിലും പിണക്കമോ ദേഷ്യമോ ഉണ്ടാകുന്ന തിരുമേനി തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് അവരോടും രമ്യപ്പെട്ട് അവർക്കും സമ്മാനങ്ങൾ നൽകി. പട്ടം കൊടുത്തവരെയും സ്നേഹിക്കുന്നവരെയൊക്കെ അടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് കൃത്യമായി കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കും. ആരെയും മറക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടു. അതുപോലെ തന്നെയാണ് തിരുമേനിയെ കബളിപ്പിച്ച് ഇനിയും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് കരുതിയത് കൊണ്ട് തന്നെ കബളിപ്പിക്കപ്പെട്ട തിരുമേനിയെ കബളിപ്പിച്ച ആളുകളെ കുറിച്ച് അത്യാവശ്യം വേണ്ട ബോധവൽക്കരണം ചില ആളുകളോടൊക്കെ സഭയിലെ പിതാക്കന്മാരോടും മറ്റ് വൈദികരോടും ഒക്കെ തിരുമേനി നടത്തി. സഭയുടെ നിലപാടെന്ത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അങ്ങനെ പരിശുദ്ധ പിതാവിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. അവസാനത്തെ ഒരു 4 ദിവസം മാത്രമാണ് അത് അദ്ദേഹത്തെ ഇൻക്യുബേറ്ററിൽ കയറ്റിയതുകൊണ്ടും സെഡേഷൻ കൊടുത്തതുകൊണ്ടും മാത്രമാണ്. അതിന് മുമ്പ് വരെ വളരെ ബോധവാനായി, തീർച്ചയായും സെഡേഷൻ ഉള്ളപ്പോൾ പോലും തിരുമേനി ബോധവാനായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാലം ചെയ്തിന്റെ തലേന്ന് ഞായറാഴ്ച രാവിലെ വിശുദ്ധ ഞായറാഴ്ച ശനിയാഴ്ച രാവിലെ നമസ്കാരം കഴിഞ്ഞ് ഞാൻ എന്റെ മുറിയിലേക്ക് പോകുമ്പോൾ അകത്ത് നിന്ന് ഉള്ള അച്ഛന്മാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി കണ്ണു തുറന്നിട്ടുണ്ട്, ചിലപ്പോൾ ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റിയൊരു അവസരമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിന്ന നിൽപ്പിൽ ഓടി അടുത്ത് ചെന്നപ്പോൾ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. തിരുമേനി കയ്യിൽ പിടിച്ചു. എന്തോ പറയാനുണ്ട് എന്നുള്ള ആഗ്രഹം ഇവിടെ വായിലൂടെയൊക്കെ ഉള്ളതുകൊണ്ട് തിരുമേനിക്കത് പുറത്തേക്ക് വരുന്നില്ല. എങ്കിലും തിരുമേനി വളരെ പ്രസന്നവദനായിട്ട് സ്വീകരിക്കുന്ന ഒരു ചിത്രം എന്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. വാങ്ങിപ്പിന്റെ സമയം നമുക്കറിയാം, യൂലിയോസ് തിരുമേനി സാക്ഷിയാണ്. ഇത്രയും പ്രാർത്ഥന മധ്യത്തിൽ കടന്നു പോകാനുള്ള സൗഭാഗ്യം പ്രിയപ്പെട്ടവന് ഉണ്ടായി. 24 മണിക്കൂറിലധികമായി ഇടവിടാതെയുള്ള പ്രാർത്ഥനകൾ. അഭ്യുന്യ പിതാക്കന്മാരും
അവിടെ ഉണ്ടായിരുന്ന വൈദികർ പരിശുദ്ധ പിതാവിന് പ്രിയപ്പെട്ടവരൊക്കെ ചുറ്റിലും നിന്ന് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന 12-ാം തീയതി പരിശുദ്ധ പുലിക്കോട്ടിൽ തിരുമേനിയുടെ ഓർമ്മ ദിവസം വെളുപ്പാങ്കാലത്ത് 2 മണിയായപ്പോൾ അഖണ്ഡ പ്രാർത്ഥനയുടെ ഭാഗമായി തന്നെ തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥന നടത്തിയുണ്ടായി. രാത്രി പ്രാർത്ഥന തുറന്നു. രാത്രി പ്രാർത്ഥന അവസാനം മാലാഖമാരുടെ സ്തുതിപ്പ് അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനും ഭാവികളുമായി ഞങ്ങൾ സ്തുതിച്ചു പറയുന്നത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഏറ്റുപാടിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലേക്ക് പോയ അനുഭവമാണ് കാണുന്നത്. മൊറാനി ശിശിഹായും കൗമായും വിശ്വാസ പ്രമാണവും ചൊല്ലി പരിശുദ്ധ പിതാവിനെ യാത്രയ്ക്കുവാനായി അവിടെ ഉണ്ടായിരുന്ന പിതാക്കന്മാർക്കും വൈദികർക്കും സാധ്യമായി. ഇത്രയും സൗഭാഗ്യകരമായ ഒരു വാങ്ങിപ്പ് നമ്മുടെ പിതാവിന് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയുടെ പ്രതിഫലനമായിട്ടാണ് ബലഹീന ജനതിനെ കാണുന്നത്. അഭിയന്ത യൂലിയോസ് തിരുമേനിക്കറിയാം. തിരുമേനിയും പരിശുദ്ധ പിതാവിന്റെ ഒരുക്കത്തിന്റെ സമയം, അതായത് വാങ്ങിപ്പിന് ശേഷമുള്ള കാപ്പയുടെ സമയത്തൊക്കെ അവിടെ നിന്നവരത് ഇട്ട് കൊടുക്കുമ്പോൾ തിരുമേനി നമ്മുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. തിരുമേനി കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായി പുഞ്ചിരിച്ചുകൊണ്ട് സ്ഥാനവസ്ത്രങ്ങളും വംശവസ്ത്രങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ചിത്രം തിരുമേനി അത് ശ്രദ്ധിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോകുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന വലിയ ഒരനുഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര നല്ല വാങ്ങിക്കും, ഇത്ര നല്ല എന്നത്. അത് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ പ്രതിഫലനമാണ്. ഒരു ശിശുവായി മാറി ദൈവസന്നിധിയിലേക്ക് പോകുവാനായി ഇടയായി. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുകയും അവരെ തടയുന്നത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന കർത്തൃവാക്യത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കർത്താവിന്റെ വാത്സല്യ ശിശുവായി പരിശുദ്ധ പിതാവിനെ നമുക്ക് കാണുവാനായി കഴിയും. ലാളിത്യത്തിന്റെ മകുടോദാഹരണമായിരുന്നു പരിശുദ്ധ പിതാവ് എന്ന് നല്ലതുപോലെ അറിയാം. ഒരു മെത്രാപ്പോലിത്ത എന്നോ ഒരു കാതോലിക്ക എന്നോ സ്ഥാനത്തിന്റെ വലിപ്പവും മഹത്വവും അങ്ങനെ അധികം മറ്റു ബന്ധങ്ങളിൽ പ്രകടമാക്കിയിട്ടില്ല. ഇവയുടെ ഭരണശൈലിയായി കാർക്കശ്യത്തോടുകൂടി അവ പ്രകടമാക്കിയെങ്കിൽ പോലും വ്യക്തിബന്ധങ്ങളിലും മറ്റുള്ളവരുടെ ബന്ധങ്ങളിലും തിരുമേനിയുടെ ജീവിത പ്രക്രിയകളിലും അത് പ്രകടമാക്കിയിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു സംഭവവും ഞാൻ ഓർക്കുന്നുണ്ട്. തിരുമേനിയുടെ സപ്തതി ആയപ്പോൾ തിരുമേനിയോട് അവിടെ ഉണ്ടായിരുന്ന 1-2 അച്ഛന്മാർ, ആ സമയത്ത് ഞാനവിടെ അരമനയിലുണ്ടായിരുന്നു, ഞാനും കൂടെ ചെന്ന് പറഞ്ഞു, തിരുമേനി സപ്തതിയല്ലേ, സുന്നോസുന്ന് പറഞ്ഞ് തിരുമേനിയുടെ സപ്തതി മനോഹരമായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാം, സഭയുടെ പിതാവല്ലേ എന്ന് പറയുകയുണ്ടായി. തിരുമേനി എന്നെ ശാസിച്ചു. അത് സുന്നോസിനത് മിണ്ടിയേക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. സുന്നോസിനത് മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല, എന്റെ സപ്തതിയൊന്നും ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞു. ഞങ്ങള് അതുപോലെ തിരിച്ചുപോയി. പിന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒന്നയഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പരമ്പരയിൽ വരുന്ന നിർധനരായ രോഗികൾക്ക് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ധനം ശേഖരിക്കുന്നതിന് വേണ്ടി സ്നേഹസ്പർശം പദ്ധതി നമുക്ക് തുടങ്ങാം. വലിയ പബ്ലിക് എന്റെ സപ്തതി എന്ന പേരിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞു. സപ്തതിയുടെ ഭാഗമായിട്ട് കൊടുക്കരുത് എന്ന് പറയുകയുണ്ടായി. പരിമല ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് എത്യോപ്യയിലെ പാത്രികീസ് പരിശുദ്ധനായ അബൂന മത്യാസ് പിതാവ് ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ോടൊപ്പം പരിശുദ്ധ പിതാവിനെയും മാമൻ മാപ്പിള ഹോളിൽ സ്വീകരിച്ചപ്പോൾ അവിടെ വെച്ചായിരുന്നു സ്നേഹസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം. തിരുമേനി ആ സമയത്തും
വിളിച്ച് ചെവിയിൽ പറഞ്ഞു, എന്റെ പേര് അധികം എടുത്ത്. എങ്കിലും ഒരല്പം ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് അവിടെ പരിശുദ്ധ പിതാവിന്റെ 70ാം ജന്മദിനവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ചെറിയൊരു സൂചന മാത്രം നൽകി സ്നേഹസ്പർശം പദ്ധതി ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളത് കൊടുത്തുകൊള്ളുക, പക്ഷെ അത് ഞാനാണ് കൊടുക്കുന്നത് എന്ന് വലിയ പരസ്യവും എന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാകും എന്ന ചിന്തയും ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ പിതാവ് എപ്പോഴും നിഷ്കർഷിക്കുന്ന കാര്യമായിരുന്നു. ചാരിറ്റി വിത്തൗട്ട് പ്യൂരിറ്റി എന്നത് തിരുമേനിയുടെ ഒരു ആപ്തവാക്യമായിരുന്നു. പ്യൂരിറ്റി ഇല്ലാതെ ചാരിറ്റി ചെയ്യുന്നത് അപകടകരമാകും എന്ന ചിന്ത. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ പിതാവിനെ കുറിച്ച് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുണ്ട്. ഞാൻ അത് പറയുന്നില്ല, കാരണം ഒരുപാട് സ്മരണ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തതാണ്. അവിടെ എല്ലാം പലതും എന്റെ മനസ്സിൽ ഉയരുന്നത് പറയുകയുണ്ടായി. നിങ്ങളോടും പറയുകയാണ്, നിങ്ങളെ പരിശുദ്ധ പിതാവ് നല്ലതുപോലെ സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ സഭയുടെ ഭരണഭാഗങ്ങളിൽ ഇടവുകളുടെ പ്രവർത്തനങ്ങളിൽ മെത്രാപ്പോലീത്തന്മാർ, വൈദികർ എന്നിവരുടെ നിലവാരങ്ങളിൽ അന്തസ്സ് പുലർത്തി ജീവിക്കണമെന്ന കാര്യത്തിൽ തിരുമേനി നിർബന്ധം പിടിച്ചുവെങ്കിലും നമ്മയൊക്കെ തിരുമേനി വാത്സല്യത്തിന്റെ അളവ് നമുക്ക് അളക്കാവുന്നതിലും അധികമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കൊക്കെ വേണ്ടി നാം പോലും അറിയാതെ പേര് ചൊല്ലി അദ്ദേഹം ദൈവത്തോട് സ്ഥിരമായി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഈ പരിശുദ്ധ പിതാവ് ജീവനോടിരുന്നപ്പോൾ, ഭൂമിയിൽ ജീവനോടിരുന്നപ്പോൾ ഉള്ളതിനെ വലിയ ശക്തനാണ് സ്വർഗത്തിൽ എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഗണത്തോട് ചേർന്നിരിക്കുന്ന, പൂർവ്വപിതാക്കന്മാരോട് ചേർന്നിരിക്കുന്ന ഈ പരിശുദ്ധ പിതാവ് വിശുദ്ധരുമായുള്ള സംസർഗത്തിൽ വിശുദ്ധമായി നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി ആയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പിതാവിന്റെ പ്രാർത്ഥന വഴി പരിശുദ്ധ സഭയുടെ മുമ്പ് വീണ്ടും ഉയരുമെന്നാണ് ബലഹീന ഞാൻ കുറിച്ച് വിശ്വസിക്കുന്നത്. നിങ്ങളെയും പരിശുദ്ധ പിതാവ് സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ നിങ്ങൾ അനുഭവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നും മാത്രം ഓർപ്പിക്കുന്നു. ബലഹീനായ എന്നെ ഈ അനുസ്മരണയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചതിനുള്ള എന്റെ സന്തോഷം അറിയിക്കുന്നു. അടുപ്പൂട്ടി സെന്റ് ജോർജ് ദേവാലയത്തോടും വികാരിയോടും ചുമതലക്കാരോടും വിശ്വാസികളോടുള്ള എന്റെ വാത്സല്യം അറിയിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് അവർക്ക് കോട്ടയായിരിക്കും.